ഹായ്. കൃതിക ഉദയനിധിയുടെ ഡയറക്ഷനിൽ പോയ മാസം നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമായിരുന്നു കാതലിക്ക് നേരമില്ലേ എന്നുള്ളത്. ചിത്രത്തിനുള്ളിൽ ജയം രവി അതുപോലെ തന്നെ നിത്യ മേനോൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തിയേറ്ററുകളിൽ കാര്യമായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ച സിനിമയൊന്നുമല്ല. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടതും. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥ ഞാൻ കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. എന്താണെന്ന് അറിയാതെ പോവുകയാണെങ്കിലാണ് അതിൻ്റെ രസം എന്നുള്ളത്. എങ്കിലും ഒരു ഏകദേശം ത്രെഡ് പറയാം. നമ്മുടെ ചിത്രത്തിലെ നായകനും നായികയ്ക്കും ഒരു സംഭവത്തെപ്പറ്റി അറിവില്ല. അത് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം. അപ്പം ഇവരിതെപ്പം മനസ്സിലാക്കുമെന്ന് പ്രേക്ഷകരെ അത്യാവശ്യം കൗതുകകരമായിട്ട് കാണിച്ചു ാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയാൻ സാധിക്കും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. കാരണം ഇതിൻ്റെ കഥയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ മൊത്തത്തിലൊരു പുതുമയുണ്ടായിരുന്ന ഒരു സ്റ്റോറി ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതും തുടക്കമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു പുതുമയാർന്ന എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഒട്ടുമുക്കാൽ പ്രേക്ഷകർക്കും കിട്ടുക. അല്ലെങ്കിൽ ആദ്യ പകുതിയൊക്കെ കാണുമ്പോഴത്തേക്കും കൊള്ളാമല്ലോ, ഒരു ഫ്രഷ് സബ്ജക്റ്റ് ആണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരും. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു യൂഷ്വൽ ടെംപ്ലേറ്റിലുള്ള ഒരു റൊമാൻറ്റിക് സിനിമയിൽ കൊണ്ടുവെക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുവെക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നമുക്ക് ആ ഒരു കഥ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചു തരുമ്പോഴത്തേക്കും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കിങ്ങനെ രസിച്ചിരുന്ന് കാണാൻ പാകത്തിനായിരുന്നു ചിത്രത്തിൽ ുള്ളിൽ ആ കഥ നിന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വലിയ മുഷിപ്പടിപ്പിക്കാത്ത ഒരു കഥയും അതിൻ്റെ തിരക്കഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് കാതലിക്ക് നേരമില്ലേ എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യവും നല്ല രസമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഈ ജയം രവി അതുപോലെ തന്നെ നിത്യ മേനോൻ ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രസമായിട്ടാണ് അവർ അഭിനയിച്ച് ഈ സിനിമയ്ക്കുള്ളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് പുറമെ യോഗി ബാബു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിനയറായി ഉണ്ടല്ലോ, വിനയറായിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരു വില്ലൻ രൂപത്തിലായിരിക്കും. അത് ഒട്ടുമുക്കാൽ സിനിമകളിൽ അദ്ദേഹം വില്ലനാണ്. ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. അല്ല വലിയ ഡെപ്തുള്ള ഒരു ക്യാരക്ടർ അല്ലായിരുന്നു, എങ്കിലും ഒരു വെറൈറ്റി റോളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പൃഥ്വി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. റോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനാണ് ആ ഒരു ക്യാരക്ടറെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രസമായിരുന്നു കേട്ടോ അവൻ്റെ പെർഫോമൻസ്. കാരണം ഈ കുട്ടിത്വമൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വാരി വിതറാതെ ആ കഥാപാത്രത്തിന് എന്ത് വേണോ ആ ഒരു വേണ്ട സംഭവമൊക്കെ മാത്രമാണ് കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നാച്ചുറൽ ആയിരുന്നു ആ ഒരു കുട്ടിയുടെ പ്രകടനവും. അങ്ങനെ പ്രകടനങ്ങളും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും ഇപ്പം സിനിമാറ്റോഗ്രഫി നല്ലതായിരുന്നു. അതുപോലെ എ ആർ റഹ്മാൻ്റെ കേട്ടോ മ്യൂസിക് വർക്ക്. ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ BGM ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ ഒന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തൊരു മെയിൻ തീം BGM വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു മലയാള പാട്ട് ഓർമ്മയെത്തും. അഞ്ജന കണ്ണെഴുതി എന്നുള്ളൊരു പാട്ടില്ലേ, അത് ഇതിൻ്റെ BGM വരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലോട്ട് ആ പാട്ട് അറിയാതെ എത്തുകയാണ്. ഒരു പക്ഷേ എ ആർ റഹ്മാൻ അതിന് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല രസമായിട്ടുള്ള വർക്കൊക്കെയാണ് പുള്ളി മ്യൂസിക് ആ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നും പറഞ്ഞൊരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു എ ആർ റഹ്മാൻ മാജിക് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം തരക്കേടില്ലാത്ത മ്യൂസിക് വർക്കും ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴേ അത്യാവശ്യം തരക്കേടില്ലാതെ സ്റ്റാർട്ട് ടു എൻഡ് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമ അത്രത്തോളം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് തരുന്ന ഒരു സിനിമ ആയിരിക്കില്ല. ആദ്യ പകുതി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്നുള്ളത് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങോട്ടേക്കാണ് ഈ ഒരു സിനിമ പോകുന്നതെന്നൊക്കെയുള്ള ധാരണ നമുക്കുണ്ട്. നമുക്കറിയാം, പ്രെഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സിനിമയുടെ ലെങ്ത് എന്നുള്ളത് 2.5 മണിക്കൂർ എടുത്ത് വരുന്നുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റുമാണ്. സോ ഈ സെക്കൻഡ് ഹാഫ് നമുക്ക് പ്രഡിക്റ്റബിളും കൂടി ആയതുകൊണ്ട് തന്നെ സിനിമ കുറച്ച് വലിച്ചു പോകുന്ന ഒരു ഫീല് കൂടിയുണ്ട്. അത് കുറച്ച് നീണ്ടാണല്ലോ പോകുന്നത്, കുറച്ചുകൂടി ഡ്രിമ്മി ആയിരുന്നല്ലോ എന്നുള്ളൊരു തോന്നലും വരും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ കുഴപ്പമില്ല, കണ്ടു തീർത്ത് കഴിയുമ്പോൾ തരക്കേടില്ലാത്തൊരു റൊമാൻറ്റിക് ഫിലിം ആയിരുന്നു കേട്ടോ എന്നുള്ളൊരു തോന്നൽ സമ്മാനിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റിയാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നായികയ്ക്കും നായകനും ഒരു കാര്യം അറിയത്തില്ല. നമ്മളത് എപ്പോൾ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അതപ്പോഴത്തേക്കും ക്ലൈമാക്സ് ചെറിയൊരു ടേണോടുകൂടിയാണ് കാണിച്ചു തരുന്നത്. അത് കാണിച്ചു തരുമ്പോഴത്തേക്കും 2 അഭിപ്രായങ്ങൾ വന്നേക്കാം. ഒരു കൂട്ടം ആളുകൾക്ക് ചേടാ ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലല്ലോ, ക്ലൈമാക്സ് വേറെ രീതിയിലാണല്ലോ കൊണ്ടുവച്ചത്, ഇത് മോശമായിപ്പോൾ കേട്ടോ എന്നുള്ളൊരു തോന്നൽ വരാം. ചില ഓഡിയൻസിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് കൊള്ളായിരുന്നു കേട്ടോ, ഒരു ടിപ്പിക്കൽ ആ ക്ലീഷേഴ്സ് ഒക്കെ മാറ്റിയിട്ട് റൈറ്റർ കുറച്ച് ഒരു വെറൈറ്റി സംഭവമൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നലും വരാം. എനിക്ക് പേഴ്സണലി മനസ്സ് വിചാരിച്ച പോലെ വന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നേനെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഒന്ന് കണ്ടിരിക്കാം. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബമായിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പറ്റിയൊരു സ്റ്റോറിയാണെന്ന് പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ത്രെഡിനുള്ളിൽ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ എത്തുന്നുണ്ട്. അത് കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്നത് എന്ന് കുട്ടികൾ ചോദിച്ചു. അവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള, അത് മെച്യൂർഡ് ആയിട്ടുള്ളവർക്ക് മാത്രം പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ആണ് 7/10 ആണ് നൽകുന്നത്. 10/7 തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.